കൊല്ലമുള്ള ബ്രീഡിന് നമ്മൾ എന്തിനാണ് ഗ്രൂമിങ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നഖം വെട്ടണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫോൾട്ട് ഞാൻ പറയാം. ഈ കാലിൻ്റെ അകത്തൊക്കെ കിളിക്കുന്ന രോമങ്ങളില്ലേ, അത് കാരണവും പിന്നെ എക്സസൈസായിട്ട് വളരുന്ന ഈ നഖവും ഇത് ഇവർക്ക് വളർന്നു വരുന്ന സമയത്ത് ഇവർക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ടൈൽസ് പോലുള്ള പ്രതലത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് സ്ലിപ്പറി ആവും. പിന്നെ ഈ നഖം വന്ന് വളർന്നിട്ട് ഈ നെയിൽ ഇങ്ങനെ വന്ന് കർവ്ഡായിട്ട് തറയിൽ തട്ടുന്ന സമയത്ത് ഭയങ്കര ഈ വിരലുകൾക്കൊക്കെ ഭയങ്കര പെയിനായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഡോഗ് കൂടുതലായിട്ട് നടക്കാതെ അവർ ഒരു കിടക്കുന്ന ഇതേ രീതി കിടക്കുന്ന ഒരു പൊസിഷനിലോട്ട് എപ്പോഴും ഒരു മടിയന്മാരാകും. അപ്പോൾ ഒരു ഫ്രിക്ഷനുള്ള തറയിൽ ഇവർക്ക് നിൽക്കുന്ന ഈ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള തറയിൽ എപ്പോഴും നിൽക്കാൻ പറ്റാതെ ഇവരൊരു മടിയൻ രീതിയിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങും. അപ്പം ടൈൽസ് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഡോഗ്സിനെ വളർത്തുന്ന സമയത്ത് എപ്പോഴും ഈ ഹെയർസ് റിമൂവ് ചെയ്യുക, നെയിൽ ക്ലിപ്പ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഇവർക്ക് ഹിപ്പ് ഡിസ്പ്ലേഷൻ ഇങ്ങനെ എപ്പോഴും കിടന്ന് കാലിന് നെർവിന് കംപ്രഷൻ വരും. പിന്നെ ഈ കാലിൻ്റെ ഈ ജോയിൻറ്റ്, ഈ ഫിമറുമായിട്ടുള്ള ജോയിൻറ്റിന് കംപ്രഷൻ കൂടിയിട്ട് ഇവർക്ക് കാല് തളർന്നു പോകുന്നൊരവസ്ഥയിൽ വരും. അപ്പം അങ്ങനെ കിട്ടിയ ഒരു 5 month ഓൾഡുള്ള ചാർലിയാണ് ഇതിപ്പം. അപ്പം ചാർലിക്ക് ഇഴഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയിലായി. ഇപ്പോൾ ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ ഇപ്പോൾ കണ്ട നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ചാർലി വന്നേക്കുക. അപ്പോൾ നമ്മൾ ഈ ചാർലിയെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഉടനെ തന്നെ ഒരു നല്ലൊരു ഹെൽത്ത് കണ്ടീഷനിലാക്കി അഡോപ്ഷന് കൊടുക്കാനായിട്ടുള്ള പ്ലാനില്ല. അപ്പോൾ ഇതിന് മുമ്പ് വളർത്തിയിരുന്ന ഓണറിന് ഈ ചാർലിയെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ചാർലി ഇതിനു മുമ്പേ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്നെന്തോ പാനിക്കായിട്ട് തിരിച്ച് വന്നപ്പോൾ ഓണറിനെ കടിച്ചു. അപ്പം ഓണറിന് അതിനുശേഷം പേടിയായി ചാർലിയെ നോക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം ഭയങ്കര പാനിക്കായിരുന്നു ഡോഗ്. അങ്ങനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് കിട്ടിയ ആളാണ് നമ്മുടെ ചാർലി. അപ്പോൾ ചാർലിയെ അഡോപ്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ചാർലി ഹായ് പറ. ചാർലിയും ചാർലിയുടെ ഓണറും വാടക ഫ്ലാറ്റിൽ 2nd floor വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബിൽഡിംഗ് ഓണർ പറഞ്ഞത് ചാർലി താഴോട്ട് വരുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഇവനെ റൂമിൽ തന്നെ ഒതുങ്ങി കൂടി ജീവിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെയാണ് ഇവൻ്റെ കാലിന് പ്രശ്നം വന്നത്. അപ്രകാരം ഇവനെ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി ക്ലിനിക്കിൽ കൊണ്ടുപോയിരുന്നു. എക്സ്റേ എടുക്കാനായിട്ട് പിക്കപ്പും ഡ്രോപ്പും വണ്ടി വന്നപ്പം ചാർലിയുടെ ഓണർ പോയില്ല, ചാർലിയെ മാത്രം ഒറ്റയ്ക്ക് കൊടുത്തു വിട്ടു. പോയിട്ട് വന്ന ചാർലി ആപ്പാടെ പാനിക്കായി വന്നിട്ട് ഓണറിനെ കടിക്കുകയും ചെയ്തു. കൈയൊക്കെ അങ്ങ് മുറിഞ്ഞു. കാര്യം ചോദിച്ചപ്പം ക്ലിനിക്കിൽ വന്നപ്പോൾ ഡോക്ടറെയും കടിച്ചു എന്ന് പറഞ്ഞ് ചാർലി ആപ്പാടെ പേടിച്ചിരുന്നു. അങ്ങനെയാണ് ഇവനെ ഹാൻഡ് ഓവർ ചെയ്ത് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ തന്നത്. ഇവൻ വളരെ ഫ്രണ്ട്ലിയാണ്. ഞങ്ങളുടെ വന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇവൻ നല്ല ഒരു ബിഹേവിങ് ആണ്. ഞാൻ പൂർണ്ണമായിട്ട് ഒരു 10 ദിവസം കൊണ്ട് ഇവൻ്റെ അസുഖങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിയെടുത്തു. ഇവന് ഇനി നല്ലൊരു വീട്ടിൽ പോയി വളരാനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. മാക്സിമം വീഡിയോ ഷെയർ